ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെ സങ്കടത്തോടെ കുടത്തിൽ വെള്ളമെടുക്കാനായി അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാധിക. കൂട്ടുകാരികൾ വന്ന് രാധികയെ കളിയാക്കുന്നു. അമ്പലപ്പറമ്പിൽ കയറാൻ പറ്റാത്തതിനെ പറ്റി പരിഹസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും രാധികയെ. ഇത് കേട്ട് രാധിക സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. ഇത് കാര്യമാക്കാതെ കൊണ്ടുവന്ന കൂടത്തിൽ വെള്ളമെടുക്കാൻ തുടങ്ങുകയാണ്. അവിടേക്ക് ഇപ്പോൾ ദേവനാരായണൻ തിരുമേനി തന്നെ വന്നിരിക്കുന്നു. രാധികയെ വിളിക്കുന്നുണ്ട്. കൂടത്തിൽ വെള്ളവുമായി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ മുന്നിൽ നിൽക്കുന്നു. എന്താ അച്ഛ എന്ന് രാധിക ചോദിച്ചപ്പോൾ ദേവനാരായണൻ പറയുന്നു, മോളെ, കൃഷ്ണ ഭഗവാനോടുള്ള നിന്റെ ഭക്തി എന്താണെന്ന് ഇവിടെയുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇന്ന് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ ഭഗവാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണിപ്പോൾ. അച്ഛൻ എന്താണ് പറയുന്നത് എന്ന് രാധിക ചോദിച്ചപ്പോൾ ദേവനാരായണൻ പറയുന്നുണ്ട്, ക്ഷേത്ര കമ്മിറ്റിക്കാർ മോളെ കാത്തു നിൽക്കുകയാണ്. സത്യമാണ് മോളെ, ഇന്ന് ഭഗവാന്റെ കളം വരയ്ക്കുന്നത് മോളുടെ കൈകൊണ്ടാണ്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ വളരെ സന്തോഷത്തിലിരിക്കുകയാണ് ഇപ്പോൾ രാധിക. കയ്യിലിരിക്കുന്ന കുടവും വെള്ളവും താഴെ വീണു പോവുകയും ചെയ്യുന്നുണ്ട്. സന്തോഷം കൊണ്ട് മതിമറന്നു നിൽക്കുകയാണ് ഇപ്പോൾ രാധിക. നിന്നെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ, നിന്നെ വിലക്കിയവർക്ക് മുന്നിൽ ജന്മാഷ്ടമി കളം നീ തന്നെ വരയ്ക്കുമെന്നും ദേവനാരായണൻ. അച്ഛന് ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല, മോള് വാ എന്ന് പറഞ്ഞ് രാധികയെ വിളിക്കുകയാണ് ഇപ്പോൾ ദേവനാരായണൻ. വളരെ സന്തോഷത്തോടെ രാധിക പിന്നാലെ പോകുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരത്തായി നിരന്നിരിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ വരുണും ബിജുവും എത്തിയിരിക്കുന്നു. ബിജുവിന്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട്. ജന്മാഷ്ടമി ദിവസമായതുകൊണ്ട് തന്നെ എന്തായാലും അവള് വരാതിരിക്കില്ല എന്ന് ബിജുവിനോട് പറയുകയാണ് വരുൺ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്ന് ബിജു. ഞാനേ കണിമംഗലത്തെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി വന്നേക്കാണേ, അതുകൊണ്ട് തന്നെ ഭഗവാൻ എനിക്ക് അവളെ കാണിച്ചു തന്നിരിക്കുമെന്നും വരുൺ പറയുന്നു. ബിജുവിന്റെ കൈ പിടിച്ച് അകത്തേക്ക് ഇപ്പോൾ പോവുകയാണ്. അമ്പലത്തിനകത്തേക്ക് പോവുകയാണ് ഇപ്പോൾ വരുൺ. ഇപ്പോൾ കളം വരച്ചുകൊണ്ട് രാധിക പാട്ടും പാടുന്നുണ്ട്. എല്ലാവരും അത് കാണാൻ വേണ്ടി ചുറ്റിലും നിൽക്കുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ രാധിക കളം വരയ്ക്കുന്നത്. അവിടേക്ക് ശ്യാമയും എത്തിയിരിക്കുന്നു. ശ്യാമയും അശ്വതിയും ഉണ്ട്. എന്തായാലും അശ്വതി ചേച്ചി, ഞാൻ ഈ മാസ്ക് ഇട്ടേക്കാം, ആരും തിരിച്ചറിയണ്ട എന്ന് ശ്യാമ പറയുന്നു. ശ്യാമ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാധികയുടെ പാട്ട് കേൾക്കുന്നു. അതിലിങ്ങനെ ലയിച്ചു നിൽക്കുകയാണ് ശ്യാമയും. എന്താ ശ്യാമയെ പോണ്ടേ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ആരോ അതിമധുരമായി പാടുന്നുണ്ട്. അങ്ങനെ ആ ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ശ്യാമയും അശ്വതിയും. ശേഷം അമ്പല കമ്മിറ്റിക്കാർ പറയുകയാണ് ദേവനാരായണനോട്, തിരുമേനി പറഞ്ഞപ്പോൾ ഇത്രയും കേമമാവൂന്ന് പ്രതീക്ഷിച്ചില്ല. രാധിക ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ്. അമ്മ കേട്ടല്ലോ എന്ന് യശോദ മുത്തശ്ശിയോട് ചോദിക്കുന്നു. ഒരു പരിഹാസത്തോടെ കേട്ടോ എന്ന് പറയുകയാണ് അവർ. കളം വരച്ച് തീർന്നിരിക്കുന്നു. നന്നായി, ഭഗവാന് ഇതിനേക്കാൾ വലിയൊരു അർച്ചന സമർപ്പിക്കാനില്ല എന്ന് ദേവനാരായണൻ പറയുന്നുണ്ട്. മോളുവ എന്ന് പറഞ്ഞ് മോളെയും കൂട്ടി യശോദ അപ്പുറത്തേക്ക് പോകുന്നു. ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് യശോദയും രാധികയും. ശ്യാമയും അശ്വതിയും അങ്ങോട്ടേക്ക് വന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ആയതുകൊണ്ട് തന്നെ പരസ്പരം കാണാനും സാധിച്ചില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് കയറി. ആ കളം ഇപ്പോൾ കാണുകയാണ് ശ്യാമ. എന്ത് ഭംഗിയാണെന്ന് ശ്യാമ പറയുന്നു. അവിടെ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളുടെ ഫോട്ടോ എടുക്കുകയാണ് വരുൺ. കുട്ടികളെയൊക്കെ ബിജു ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കണ്ണന്റെയും രാധയുടെയും വേഷത്തിലാണ് കുട്ടികൾ ഒരുങ്ങിയിരിക്കുന്നത്. ഈ സമയം ശ്യാമ അശ്വതിയോട് പറയുന്നു, ആരാണ് പാട്ട് പാടിയത് എന്ന് അന്വേഷിക്കണം, ഒന്ന് കാണണം. വാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശ്യാമയെ കൂട്ടി അശ്വതി അങ്ങോട്ടേക്ക് പോകുന്നു. വരുൺ അകത്തേക്ക് വന്നപ്പോൾ ആ കളം കാണുന്നുണ്ട്. കൗതുകത്തോടെ അതിലേക്ക് നോക്കി നിൽക്കുകയാണ് വരുൺ. ആ കളം വരച്ചതിന്റെ ഒരു ചിത്രവും എടുക്കുന്നുണ്ട്. സ്ഥിരമായി അവിടെ കാണാറുള്ള പയ്യൻ അവിടേക്ക് വന്നു. ഇതാരാ ഈ കളം വരച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ചേച്ചിയാണെന്ന് ആ പയ്യൻ പറയുന്നു. എന്നിട്ട് ആ ചേച്ചി എവിടെ എന്ന് വരുൺ ചോദിക്കുന്നു. ഫോട്ടോ എടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് പയ്യൻ. വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പയ്യൻ വരുണിനെയും കൂട്ടി പോകുന്നു. രാധികയുള്ള സ്ഥലത്തേക്കാണ് രാധികയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ദേ നിൽക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞ് രാധികയെ കാട്ടിക്കൊടുക്കുകയാണ് വരുണിന്. അതിനിടയിൽ കുട്ടികളാണെങ്കിൽ വരുണിന്റെ വലം വെച്ച് കളിക്കുകയായിരുന്നു. കുട്ടികൾ മാറിയപ്പോഴത്തേക്കും രാധിക പോവുകയും ചെയ്തു. അതുകൊണ്ട് വരുണിനെ രാധികയെ കാണാൻ പറ്റിയില്ല. വീണ്ടും ബിജുവും അവിടേക്ക് വന്ന് വരുണിനോട് സംസാരിക്കുന്നു. ഇവിടെ നിൽക്കുമായിരുന്നോ നീ എന്ന് ചോദിക്കുന്നു. നീ ഇത് എവിടെ നിൽക്കുകയായിരുന്നു? ഇപ്പോതെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കുട്ടി എന്ന് വരുൺ. എന്നിട്ട് എവിടെയെന്ന് ബിജു ചോദിക്കുന്നു. അതാ ഞാനും ആലോചിക്കുന്നത്. എന്നിട്ട് അവൾ എങ്ങോട്ട് പോയെന്ന് വരുൺ പറയുന്നു. തുടങ്ങി ഓരോരോ തോന്നല്. വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ബിജു വരുണിന്റെ കൈ പിടിച്ച് അപ്പുറത്തേക്ക് പോകുന്നു. അവിടെ തൊട്ടിൽ കെട്ടിയ ഫോട്ടോ എടുക്കാനാണ് ബിജു വരുണിനെയും കൂട്ടി വന്നിരിക്കുന്നത്. ബിജു വരുണിന്റെ കയ്യിൽ നിന്നും ക്യാമറ വാങ്ങിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ കലാപരിപാടികൾ അവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് വരുൺ കേൾക്കുന്നു. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ധൃതിയോടെ അങ്ങോട്ടേക്ക് പോകുന്നു. വരുണിന്റെ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാധിക. അവർ പരസ്പരം കണ്ടില്ല. രാധിക കൂട്ടുകാരികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ബിജു വരുണിനെ കൂട്ടി അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ശ്യാമയാണെങ്കിൽ അശ്വതിയോട് പറയുന്നു, അശ്വതി ചേച്ചി, എന്റെ മകള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തണം.
വിഷമിക്കേണ്ട, അതിനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്, നമുക്ക് നോക്കാമെന്ന് അശ്വതി. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ശ്യാമയെ അശ്വതി സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം യശോദയും പ്രിയങ്കയും കൂടി അവിടുത്തെ ഒരു പെട്ടിക്കടയിലേക്ക് വന്നിരിക്കുന്നു. പ്രിയങ്കയുടെ കൂട്ടുകാരൻ ശരത്തും അവിടേക്ക് വന്നിട്ടുണ്ട്. അമ്മ അറിയാതെ പ്രിയങ്കയെ വിളിക്കുകയാണ്, അപ്പുറത്തേക്ക് വരാൻ പറയുന്നു. എന്നാൽ പ്രിയങ്ക പോകുന്നില്ല. ശേഷം കാണിക്കുന്നത് ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പുറത്ത് ഉറിയടി മത്സരമാണ്. കണ്ണന്റെ വേഷം ധരിച്ച ഒരു കുട്ടി ഉറിയടി മത്സരത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. വരുണും രാധികയും യശോദയും അങ്ങനെ എല്ലാവരും തന്നെ ഇത് കാണാനായിട്ടും അവിടെ നിൽക്കുന്നു. വരുണിന്റെ അരികിൽ തന്നെയാണ് രാധിക നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ രാധികയെ വരുൺ കണ്ടിട്ടില്ല. അടുത്തത് മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ശരത്താണ്. ശരത്തിന് മടിക്കാൻ സാധിച്ചില്ല. പിന്നെ പ്രസിഡന്റ് പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാവരും പങ്കെടുക്കുകയാണ്. അടുത്തത് മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നത് വരുണാണ്. ബിജുവാണ് വരുണിനെ നിർബന്ധിച്ച് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. വരുൺ തന്നെ ഇപ്പോൾ ചാടി അടിക്കുകയും ചെയ്തു. എല്ലാവരും കൂടി അദ്ദേഹത്തെ എടുത്തിങ്ങനെ പോക്കുകയാണ്. ബിജു ഒരു കുടം വെള്ളമെടുത്ത് വരുണിന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. ബിജുവിന്റെ കയ്യിൽ നിന്നും വരുൺ ആ കുടം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. അത് രാധികയുടെ പുറത്തായി പോകുന്നു. രാധികയുടെ ദേഹം മുഴുവനും ഇപ്പോൾ നനഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് രാധിക അവിടെ നിന്നും ഓടിപ്പോയി. എടാ, നീ കണ്ടില്ലേ, അവൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വരുൺ സന്തോഷത്തോടെ ബിജുവിനോട് പറയുമ്പോൾ അവനെ പിന്നെയും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ വരുൺ കള്ളം പറയുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. വരുണിന്റെ ദേഹമാകെ നനഞ്ഞിരിക്കുന്നു. അടുത്തത് നൃത്തവേദിയാണ്. നൃത്തത്തിലും രാധികയും പ്രിയങ്കയും പിന്നെ മറ്റു കുട്ടികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ശരത്താണെങ്കിൽ പ്രിയങ്ക ഇങ്ങനെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുന്നു. വരുൺ രാധികയും അവിടേക്ക് ആ ബ്രോക്കർ എത്തിയിരിക്കുന്നു. വരുൺ മോനെ വന്നിട്ട് കുറെ നേരമായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് രസമാല്ലേ ഇവിടുത്തെ ഉത്സവം മോനെ, ഞാൻ അന്ന് കൊണ്ടുവന്ന കുട്ടികളെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ വരുൺ പറയുന്നു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നേ. എന്നാ പിന്നെ നമുക്ക് വേറെ നോക്കാം. ഇരിക്കേണ്ട വരുൺ പറയുന്നു, ഇനി വേറെ ഒന്നും നോക്കണ്ട, വേണ്ടയാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേ നോക്കിയെന്ന് വരുൺ പറയുന്നു. രാധികയെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്. എന്നാൽ അയാൾ നോക്കുമ്പോൾ പ്രിയങ്കയാണ് കാണുന്നത്. പ്രിയങ്കയാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ആളെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. മനസ്സിലായി, ഇത് ഇവിടുത്തെ പൂജാരിയുടെ മകളാണ്, ദേവനാരായണൻ തിരുമേനിയുടെ മകൾ. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക എന്ന് അയാൾ പറയുന്നുണ്ട്. രാധികയുടെ പേര് പ്രിയങ്കയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇപ്പോൾ വരുൺ. ശേഷം ശ്യാമ ഇപ്പോൾ കണ്ണന്റെ മുന്നിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തത് പല്ലക്ക് ഘോഷയാത്രയാണ്. ഒരു ഉത്സവം പോലെ വളരെ ഗംഭീരമായിട്ടാണ് ഇത് നടത്തുന്നത്. കണ്ണന് മാലയിടാൻ കുറച്ച് സ്ത്രീകൾ അവിടെ കാത്തു നിൽക്കുന്നു. അതിനൊപ്പം ശ്യാമയുമുണ്ട്. ശ്യാമ തുളസിമാലയുമായി നിൽക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് മുത്തശ്ശിയും മറ്റാൾക്കാരുമാണ്. രാധികയുടെ അരികിൽ തന്നെ ഇപ്പോൾ കണ്ണനും നിൽക്കുന്നു. വരുണും നിൽക്കുന്നു. ശ്യാമ എറിഞ്ഞ മാല കിട്ടുന്നത് വരുണും രാധികയും കൂടി ഒന്നിച്ചു നിന്ന് രണ്ടുപേരുടെയും ഒരുമിച്ച് കഴുത്തിൽ വന്ന് വീഴുകയാണിപ്പോൾ. രണ്ടുപേരും പരസ്പരം നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.